ഭാര്യയെ തല്ലും പിശാചിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അനേകം പേര് ഇതേമാതിരി മദ്യം കഴിച്ചു വന്ന ഭാര്യനെ പൂരം തല്ലാണ്. അവളെ തല്ലാൻ എനിക്ക് അവകാശമുണ്ടെന്നാണ് ചിലരുടെയൊക്കെ ചിന്ത. അവസാനം കുടുക്കി ചെന്ന് പെടുമെന്നുള്ളത് വേറെ കേസ്. ഭാര്യ പിണങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ചെല്ലുകയും ചെയ്യും. ഒന്നുകിൽ അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും മരണം, ഞാൻ ആരുമില്ല, ഞാൻ ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. അവൾ ഭർത്താവിൻ്റെ സ്നേഹം കണ്ടു കഴിയുമ്പോഴേക്കും വീണ്ടും ചെല്ലും. അത് കഴിഞ്ഞിട്ട് അവിടെ 4 ദിവസം അടയും ചക്കരയായിട്ട് ഇരിക്കും. ചില വ്യക്തികളാണെങ്കിൽ വീടും തല്ലിപ്പൊളിച്ച് പാത്രവും തല്ലിപ്പൊളിച്ച് പിന്നെ രണ്ടും 2 വഴിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും കണ്ടുമുട്ടി നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇണപ്രാവ് ജീവിക്കണ മാതിരി ജീവിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം തല്ലുണ്ടാക്കും. അപ്പോൾ അങ്ങനെ പോകുന്ന വ്യക്തികളുണ്ട്. ഇതുപോലെ തന്നെ സാഡിസം പോലെയുണ്ട്. ഭാര്യയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു പൈശാചിക ബന്ധനമാണിത്. കർത്താവേ, ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഭാര്യയെ തല്ലുന്ന പൈശാചിക ബന്ധനത്തിൽ കർത്താവേ, ഈ മക്കളെ രക്ഷിക്കണമേ. കേരളത്തിലെമ്പാടും എത്രയോ ഭാര്യമാർ തല്ലുകൊള്ളുന്നു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും മക്കളെ പ്രതിയും കുടുംബത്തെ പ്രതിയും തിരിച്ചു വരുന്നു. കർത്താവേ, ഈ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഭർത്താവിൻ്റെ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമേ. കർത്താവ് എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിക്കട്ടെ. ആയിരക്കണക്കിന് ഭാര്യമാർ തല്ലുകൊള്ളുന്നവരെ എല്ലാവരെയും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിച്ച് സമാധാനവും ശാന്തമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.